ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോൾ എന്ന ഒരു ടെസ്റ്റ് നെറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ടെലഗ്രാം ബേസ്ഡ് എയർ ഡ്രോപ്പ് ഫാമിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം എയർ ഡ്രോപ്പിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടെലഗ്രാം ബേസ്ഡ് മൈനിങ് ബോട്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു ടെസ്റ്റ് നെറ്റ് മിസ് ചെയ്യാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിവി ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകൾക്കും അവരുടെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ നമുക്കൊരു യൂണിക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഇവരുടെ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് പോളിഗൺ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ അനിമോക്ക ബ്രാൻഡ്സ്, അതുപോലെ ധാരാളം കമ്പനീസ് കാണാൻ പറ്റും. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ജോയിൻ ചെയ്യുക, അതിനുശേഷം ഇതിൽ ടെസ്റ്റ് നെറ്റ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ ട്വിറ്റർ പേജിലും ചെക്ക് ചെയ്താൽ മതി. അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ലിങ്ക് വഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്: കണക്റ്റ് വാലറ്റ്, അതുപോലെ ലോഗിൻ ആൻഡ് സൈനപ്പ്. നിങ്ങൾക്ക് ഇമെയിൽ വെച്ചും ലോഗിൻ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നോൺ കസ്റ്റോഡിയൽ വാലറ്റ് വെച്ചും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കണക്റ്റ് വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മെറ്റാമാസ്ക് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷൻ വരും. പെർമിഷൻ്റെ കൺഫർമേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഈ ഒരു സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് കാണിക്കുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ നെറ്റ്വർക്ക് നിങ്ങളുടെ മെറ്റാമാസ്കിലേക്ക് ആഡ് ആവുന്നതാണ്. ശേഷം ഈ ഒരു സിഗ്നേച്ചർ ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത പേജിലേക്ക് റീഡയറക്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ അവിടെയുള്ളത് നമ്മുടെ ഹ്യൂമൻ ID ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ID കൊടുക്കാം. പക്ഷേ ഇവിടെ കാണുന്ന ഈ ഒരു കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രം. പിന്നെ താഴെയുള്ളത് നിങ്ങൾ ആരാണോ റെഫർ ചെയ്തത് ആ റെഫർ ചെയ്ത ആളെ ID ആണ്. അപ്പോൾ റെഫറൽ ലിങ്ക് വെച്ച് നിങ്ങൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻവൈറ്റിൻ്റെ അവിടെ ആ ഒരു കോഡ് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇനി വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരാളുടെ ID വെച്ച് മാത്രമേ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു റെഫറൽ കോഡ് മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം അവിടെ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വരുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ ലാസ്റ്റ് നെയിം, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ഈ 3 കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണാൻ പറ്റും. നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കോഡ് തന്നെയാണ് നിങ്ങളുടെ മെയിലിലേക്ക് വന്നത് എന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെരിഫൈ കൊടുക്കുക. സോ ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ഡീറ്റെയിൽസ്, അതുപോലെ ലീഡർ ബോർഡ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡാഷ്ബോർഡ്, അതുപോലെ ബ്രിഡ്ജ്, ഫോസറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതൊരു ടെസ്റ്റ് നെറ്റ് ചെയ്യുകയാണെങ്കിലും ടെസ്റ്റ് നെറ്റിന് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു ഫോസറ്റ് എന്ന് പറയുന്നത്. ഫോസറ്റ് എന്ന് പറഞ്ഞാൽ ഏത് നെറ്റ്വർക്കിലാണോ നമ്മൾ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്നത് അവരുടെ ടെസ്റ്റ് ടോക്കൺസ് ആണ്. അപ്പോൾ ആ ഒരു ഫോസറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത പേജിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇവരുടെ ഫോസറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. 1 THP ആണ് നമുക്കൊരു റിക്വസ്റ്റിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത്, അതായത് ഇവരുടെ ഒരു ടെസ്റ്റ് നെറ്റ് ടോക്കൺ. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഏത് വാലറ്റാണോ നിങ്ങൾ കണക്ട് ചെയ്തത് ആ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇമെയിൽ വെച്ചാണ് ലോഗിൻ ചെയ്തതെങ്കിലും നിങ്ങൾക്ക് ഒരു വാലറ്റ് എന്തായാലും കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ മെറ്റാമാസ്ക് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്ത ശേഷം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോഡ് കാണാൻ പറ്റും. അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത ആ ഒരു വാലറ്റിലേക്ക് ഇവരുടെ ടെസ്റ്റ് ടോക്കൺ റിസീവ് ആയിട്ടുണ്ടാവും. ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ബ്രിഡ്ജ് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് ഈ ഒരു ടോക്കൺ മാറ്റുക എന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത വാലറ്റ് കാണാൻ പറ്റും മുകളിൽ. അപ്പോൾ ആ ഒരു വാലറ്റ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണക്റ്റ് വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യുക. ശേഷം ഇവിടെ റൈറ്റ് കോർണറിൽ കാണിക്കുന്ന സെപ്പോളിയ ടെസ്റ്റ് നെറ്റ് എന്നാണെങ്കിൽ അത് മാറ്റി HP ടെസ്റ്റ് നെറ്റ് ആക്കുക.
നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു മെറ്റാമാസ്കിൽ കൺഫേം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ടെസ്റ്റ് ടോക്കണിൻ്റെ ബാലൻസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ടെസ്റ്റ് ടോക്കണിലെ ചെറിയൊരു എമൗണ്ട് ഇവിടെ കാണുന്ന സെപ്പോളിയ ടെസ്റ്റ് നെറ്റിലേക്ക് നമ്മൾ ബ്രിഡ്ജ് ചെയ്യാൻ പോവുകയാണ്. എത്ര ടോക്കണാണ് ബ്രിഡ്ജ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 0.1 ടെസ്റ്റ് ടോക്കണാണ് ബ്രിഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് പോകും. ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏത് ടോക്കണാണ് ഏത് നെറ്റ്വർക്കിൽ നിന്ന് ഏത് നെറ്റ്വർക്കിലേക്കാണെന്നൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് താഴെ ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ മെറ്റാമാസ്കിൽ കൺഫേം ചെയ്ത് കൊടുക്കണം. ശേഷം പോകുന്ന ഈ ഒരു ആക്ടിവിറ്റി പേജിൽ നിങ്ങളുടെ മുഴുവൻ ട്രാൻസാക്ഷനും കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പെൻഡിങ് ആയി കിടക്കുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ വൺസ് ഈ ഒരു ബ്രിഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം അവിടെ വന്ന് ഫൈനലൈസ് എന്നൊരു ബട്ടൺ എനേബിൾ ആവും. അപ്പോൾ ആ ഒരു ബട്ടൺ എനേബിൾ ആവുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ബ്രിഡ്ജിങ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സോ ഇപ്പോൾ ഇത്രയാണ് ഇതിൽ ആക്ടിവിറ്റി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഡെയിലി ട്രാൻസാക്ഷൻസ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ മാക്സിമം ആക്റ്റീവായി നിൽക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വന്നാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റ് നെറ്റ് വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക.